ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോവാം. 2 ദിവസത്തെ ട്രിപ്പാണ്. ഭയങ്കര അടിച്ചുപൊളി ട്രിപ്പൊന്നും അല്ല, അമ്പലങ്ങളിലൊക്കെയാ പോകുന്നത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്നുള്ളത്. അപ്പം ഞങ്ങൾ ഇന്നലെ പാറ്റി വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല, ഇച്ചിരി തിരക്കായി പോയി. അപ്പം ഞങ്ങൾ പുറകിന് ഓരോന്ന് കാണിക്കാം. 2 ദിവസം, ഇന്നും നാളെയായിട്ട്. നാളെയായിട്ട്. അപ്പം പോകുന്ന വീഡിയോ കാണിച്ചു തരാം. ഞങ്ങൾക്കിപ്പോൾ 9 മണിയാകുമ്പോൾ ഇറങ്ങും. കുറച്ച് പേരുണ്ട്. ഞങ്ങൾ ട്രാവലറിലാണ് പോകുന്നത്. നമ്മുടെ വീട്ടുകാരും അടുത്തുള്ള വീട്ടിലെ ആൻറ്റിമാരും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ കാണിച്ചു തരാം എല്ലാം. സാധനമൊക്കെ എടുത്ത് വെക്കൂ. 2 ദിവസം ട്രിപ്പ്, എന്തുമാത്രം സാധനം. പിന്നെ പിള്ളേരുള്ളതുകൊണ്ടേ കുറച്ച് ഡ്രസ്സൊക്കെ അധികം എടുത്തിട്ടുണ്ട്. ശങ്കരനാണെങ്കിൽ തുള്ളിച്ചോണ്ട് നിൽക്കുക, ഭയങ്കര ധൃതി നിൽക്കുക, ഭയങ്കര ഹാപ്പിയാണ്. ഹായ് ഗൈസ്, ശങ്കര ഇവിടോട്ട് ഇട്ടോ രമ, ഇവിടോട്ടങ്ങ് ഇട്ടോ. പച്ചവെള്ളമാണോ? അല്ല, തിളപ്പിച്ച വെള്ളം. ഇന്നലെ രാത്രിയിലെ തിളപ്പിച്ച് വെച്ചാൽ ഇതിനകത്ത് ഒഴിക്കണ്ട. കാണാൻ ഗുരുവായൂർ എടുത്തോ? സംഭവമായിട്ടില്ല. ഇല്ല, അക്കു തന്നെ ഉള്ളോണ്ട് വിഷമിച്ചു. ഞങ്ങളാണെങ്കിൽ നേരെ ഏറ്റുമാനൂർ അമ്പലത്തിലാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം 41 നല്ല തിരക്കുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് ശങ്കരൻ അപ്പോൾ കളിപ്പാട്ടക്കട കാണുന്നത് ഉടനെ കളിപ്പാട്ടം വേണം. അപ്പം ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. പോകുന്നിടത്തെല്ലാം വാങ്ങിച്ചിട്ടുണ്ടാൽ പിന്നെ അത് വാങ്ങിക്കാനേ സമയം കാണത്തുള്ളൂ. നല്ല തിരക്കുണ്ടായിരുന്നു. 41 കൂടെ ആയതുകൊണ്ട്, അതിന് ക്രിസ്മസ് വെക്കേഷനോട് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഏറ്റുമാനൂർ കയറി തൊഴുതു. അപ്പം നല്ലൊരു തൊഴാൻ പറ്റി, അതേ ഉള്ളൂ, നല്ലൊരു തൊഴാൻ പറ്റി. പിന്നെ ഞങ്ങൾ അവിടുന്ന് തൊഴുത് കുറേ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയത് കേട്ടോ. അവിടെ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല ഇതുണ്ടായിരുന്നു. അത് ഏറ്റുമാനൂർ ശങ്കരനെ കൊണ്ട് പോയിട്ടുണ്ട്, അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. 2 ദിവസം അയാൾ ചോറ് കൊടുത്തിട്ട്. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി. അവിടെ വണ്ടി കിടന്ന് അമ്മിണിയും ശങ്കരന് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. ശങ്കരന് ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഒരാളായിട്ട് അമ്മിണിക്കുട്ടി, എൻ്റെ ചേട്ടൻ്റെ മോളാണ്. അവളുണ്ടെങ്കിൽ ഞാൻ അടങ്ങിയിരുന്നോളും, ഭയങ്കര ഹാപ്പിയുമാണ്. കളിച്ചോ, നോക്കുന്നോട്ട് മാറ്റി. എല്ലാരും നോക്കിയപ്പോ കാണായി. അമ്മണിലെ കളി, അമ്മണി കളിക്കാം ചെല്ലടി. അമ്മണിക്ക് മോണിക്ക് ഇട്ട് കൊടുക്കും. ഇപ്പൊ എന്റെ ഫോൺ ചെയ്യാൻ വേണം. ഡാൻസും എല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം ക്ഷീണിച്ചായിരുന്നു. അപ്പുക്കുട്ടൻ ഉറങ്ങി, ശങ്കരനും ഉറക്കമായി കേട്ടോ. ശങ്കരൻ അങ്ങ് ഉറങ്ങിപ്പോയി, ഭയങ്കര ചാട്ടമായിരുന്നു.
നല്ല ട്രിപ്പായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. അവന് ആർക്കും കൂട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ഷോക്ക് അടിച്ചിരിക്കുമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഭയങ്കര തിരക്കാണ്, നല്ല ബ്ലോക്കായിരുന്നു. ഭയങ്കര ഞങ്ങൾ ചെല്ലേണ്ട സമയത്തല്ലായിരുന്നു ചെന്നത് കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു നമ്മുടെ മൂവാറ്റുപുഴ സംതിങ് കഴിഞ്ഞപ്പോഴത്തേന് ഒരു പമ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ക്രിസ്മസ് അതിൻ്റെ ഇത് അങ്ങനെ ഞങ്ങൾ ഒരു 6:30 ആയപ്പോഴത്തേനും ഗുരുവായൂർ വന്നു കേട്ടോ. ഗുരുവായൂർ എന്ന് പറയുന്ന രക്ഷയില്ല, അടുക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഭയങ്കര പാടായിരുന്നു. അവർ പ്രത്യേകം പറഞ്ഞ് നല്ല തിരക്കാണ്, കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, ഭയങ്കര ഒരു അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു ഗുരുവായൂർ. പിന്നെ ഞങ്ങൾ കയറി ജസ്റ്റ് തൊഴുതു. അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച്, കടകളല്ലേ അപ്പോൾ അവിടെ കടകളൊക്കെ കയറി ജസ്റ്റ് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ ചൂടും ബഹളവും അപ്പുക്കുട്ടനായാലും ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു. ഭയങ്കര അവന് ചൂട് സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം അങ്ങനെയല്ലേ, ചൂടൊട്ടും സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അമ്മയാണെങ്കിൽ ധൃതി വെച്ചിട്ട് പോവുക, എങ്ങനെയെല്ലാം കയറി തൊഴണമെന്നുള്ള ഇതുകൊണ്ട് നമ്മളെങ്ങനെയൊക്കെയോ പിള്ളേരെയും കൊണ്ട് അകത്ത് കയറി തൊഴുതു. ജസ്റ്റ് കുറച്ച് പിള്ളേർക്ക് കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച്. ശങ്കരനാണെങ്കിൽ ഏറ്റുമാനൂരുമായിട്ടുണ്ട് പറയാം, അമ്മ കളിപ്പാട്ടം വെച്ച് എത്ര കളിപ്പാട്ടം വെച്ചാലാണ് വീട്ടിലാണെങ്കിൽ ഇപ്പം തൂക്കി വയ്ക്കാൻ മാത്രം കളിപ്പാട്ടമുണ്ട്, അതുപോലെ ഒത്തിരി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി അവനെന്തോ ലോറിയോ എന്തോ അമ്മണി എന്തൊക്കെയോ എടുക്കുന്നുണ്ട്, വേണമെന്നുമായിട്ടുള്ള ജസ്റ്റ് കടയിൽ കയറിയാണ്. നല്ല റേറ്റാകട്ടെ, ഇപ്പം നമ്മൾ അവരെ കുറ്റം പറയാൻ ഒക്കത്തില്ല, അമ്പലത്തിൻ്റെ ആ സൈഡിലൊക്കെ നല്ല റേറ്റ് ആയിരിക്കുമല്ലോ. അവിടുന്ന് പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കഴിച്ച് മസാല ദോശ കഴിച്ചു. പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ പാർട്ട് 2 വരുന്നുണ്ട്, രണ്ടാമത്തേത് ഞാനിപ്പോൾ ഫുൾ വീഡിയോ ഇടുന്നില്ല, പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം.